ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇത് നമ്മൾ അവലാബാരി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് നടന്നു പോകുന്നത്. ഐ തിങ്ക് ലിബർട്ടി സ്ക്വയർ ഇറങ്ങിയിട്ടും പോകാൻ പറ്റും എന്നുള്ളത്. നമ്മൾ അവലാബാരി ഇറങ്ങിയിട്ടാണ് പോണത്. ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് നടക്കാനുണ്ട്, എന്നാൽ അത്രയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഒരു ഡിസ്റ്റൻസ് ആണ് കേട്ടോ. നോട്ട് ദാറ്റ് മച്ച് ബട്ട് സ്റ്റിൽ ദർ ഇസ്. സോ അങ്ങനെയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് വിഷ്വൽസ്, നമ്മുടെ പീസ് ബ്രിഡ്ജ് അതുവഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ അത് കുറച്ചെടുത്താൽ മതി. ആൻഡ് ഈ ഒരു ഏരിയ ഓഫ് ജോർജിയ വന്നിട്ട് കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൽ നിന്നും. ആൻഡ് ഓൾസോ ടൂറിസ്റ്റുകളാകുമ്പം കുറച്ചും കൂടെ അവർ ക്യാഷ് ഇതാക്കാൻ നോക്കും. സോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഞാൻ പറയാം, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ കുഴപ്പമില്ല, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ. കാരണം അത്രയ്ക്ക് നടക്കാനുണ്ട്. സ്റ്റിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കാലിൻ്റെ വേദന മാറിയിട്ടില്ല. അത്രയ്ക്ക് മല പോലാണ്, കുറേ നടക്കാനുണ്ട്. ആൻഡ് ഈ സ്ഥലമൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ആക്ച്വലി. നമ്മുടെ പീസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു സംഭവമാണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഇതുവഴിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ. സോ അത് ഞാൻ കയറിയിട്ടുണ്ട്, അത് ഞാൻ വഴിയെ കാണിക്കാം. സോ ഈ ഒരു കയറ്റം, ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കയറുന്ന ഒരു കയറ്റവും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു വേ നന്നായിട്ട് നടന്നു പോകാനുണ്ട്. സോ അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയപ്പോൾ അതിൻ്റെ എൻട്രൻസിന് സൈഡിലായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ നടന്ന് ഇത്രയും കയറിയാലും ആ വ്യൂ ഒരു രക്ഷയില്ല. നല്ല കിടിലൻ വ്യൂ ആയിരുന്നു. പക്ഷെ നടക്കണം എന്നേ ഉള്ളൂ. സോ പോകുന്നവർ കുറച്ച് വെള്ളമൊക്കെ കരുതാൻ നല്ലതായിരിക്കും. സോ ദിസ് ഇസ് ദ എൻട്രൻസ്. നമ്മൾ കയറി. ആൻഡ് ഫീ വരുന്നത് ഞാൻ പറയാം. പെർ അഡൽട്ട് 4 ലാരിയാണ് വരുന്നത്. ബട്ട് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് 1 ലാരി ആവുള്ളൂ. ഞങ്ങൾ 4 പേർക്കും കൂടെ 4 ലാരി ആയുള്ളൂ. ബിക്കോസ് വി ആർ സ്റ്റുഡൻറ്റ്സ്. നമ്മൾ സ്റ്റുഡൻറ്റ് കാർഡ് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് പോകുന്നവരാണെങ്കിൽ ഐ തിങ്ക് 4 ലാരി ആയിരിക്കും കേട്ടോ. സോ നമ്മൾ കയറിയിട്ട് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. നടക്കാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കാണാനുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പോയ സമയം എനിക്ക് തോന്നുന്നു അത്ര ഇതല്ല. കാരണം ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഐ തിങ്ക് തുളിപ്പാണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ആകെപ്പാട് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറി ബ്ലോസത്തിൻ്റെ ഒക്കെ സീസൺ കഴിഞ്ഞു. പക്ഷേ ഇത് അയ്യോ എന്ത് കിടലാണ്. നിങ്ങൾ ഫോട്ടോസ് കണ്ടോക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെ ഒരു കളർഫുൾ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുന്ന ഒരു ഫോൾ സീസൺ വൈബായിരുന്നു. എനിക്ക് തോന്നുന്നു സ്പ്രിങ് ആയി വരുന്നല്ലേ ഉള്ളൂ. സോ അതുകൊണ്ടായിരിക്കും മേ ബി. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പ്രിങ് ആയി വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും മേ ബി കേട്ടോ. പക്ഷേ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. വ്യൂ പറയാതിരിക്കാൻ വയ്യ, നല്ല കിടിലൻ വ്യൂ ആണ്. ഓക്കെ. അപ്പോൾ അല്ലാണ്ട് വലുതായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നടന്നതിൻ്റെ അത്രയൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നല്ല സ്പ്രിങ് സീസണിലൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്ര ഇതില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഓക്കെ ക്ലൈമറ്റ് ആയിരുന്നു. ആൻഡ് ഇവിടാണ് എൻ്റെ ഒരു നിഗമനം വെച്ച് ചെറി ബ്ലോസം. പക്ഷേ ഇപ്പോൾ സീസൺ കഴിഞ്ഞു. ഐ തിങ്ക് ലേറ്റ് മാർച്ച് ടു ഏർലി ഏപ്രിൽ സംതിങ് ആണ് കേട്ടോ. അപ്പം എന്തായാലും ഭാഗ്യത്തിന് ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ടിട്ടുണ്ട്, ക്ഷീണിച്ച് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്വിങ് കുറേ നേരം ഞങ്ങൾ അതിലിരുന്ന് ആടി, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് പൊതുവേ ഈ ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഊഞ്ഞാൽ. സോ ദാറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുവാണ്. ക്ഷീണിച്ചതാണെന്ന് കണ്ടാലേ നല്ല നടക്കാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളതിൻ്റെ പകുതി പോലും കവർ ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ കാണാനും ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. കാരണം നല്ല പോലെ നമ്മൾ ക്ഷീണിക്കും. നല്ല വർക്കൗട്ടായിരുന്നു. ഒരു ജിമ്മിലും പോകേണ്ട ആവശ്യമില്ലായിരുന്നു, നല്ല വർക്കൗട്ടായിരുന്നു.
സോ ഇവിടെ എന്തോ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മണ്ടയ്ക്ക് കയറിയിട്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ബ്രൈഡും ഗ്രൂമും. ആൻഡ് ഇവിടെ കുറേ ബ്രൈഡിനെ ഞാൻ കണ്ടു, ഒരു 3-4 ബ്രൈഡ്സിനെ കണ്ടു ഫോട്ടോഷൂട്ട്സും സംതിങ് ഒക്കെ ആയിട്ട് വരുന്നത്. സോ ഇത് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ മരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഈ സമയമാകുമ്പോൾ മഴ പൊടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് മാറി കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജേർണി കണ്ടിന്യൂ ചെയ്തു. ആൻഡ് തുളിപ്പ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ, ഈ ഫ്ലവേഴ്സ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അതാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ഫുൾ നടത്തും അത് തന്നെ, പ്രത്യേകിച്ച് ഒന്നുമില്ല, നടന്നിങ്ങനെ കാണുകയാണ്. ആൻഡ് ഈ സ്ഥലം നല്ല കാം ആൻഡ് ക്വയറ്റ്. പക്ഷേ ആ സമയത്ത് മഴ പെയ്തു, അതേ ഉള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. മാപ്പാണോ അതിൽ യു ആർ ഹിയർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ സെക്ഷനോ? എവിടെയാണ് നോർത്ത് അമേരിക്ക? ഞങ്ങൾ നടന്ന് നോർത്ത് അമേരിക്ക വരെ എത്തി. അയ്യോ, നല്ല വിചിത്ര ശബ്ദങ്ങൾ വരുന്നില്ലേ? കണ്ടോ, നടന്ന് നോർത്ത് അമേരിക്ക വരെ എത്തി എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇവിടെ പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ലൈലാക്ക് ബ്ലോസം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കാണാനാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മ്യൂസിയം. ഇറങ്ങി വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കയറാമെന്ന് വെച്ചിട്ട് കയറി. പക്ഷേ ഇതും വലുതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇത് എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നടത്തിയപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ അപ്പുറത്തൊരു മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പെർ ഹെഡ് 3 ലാരിയാണ്. ഇവിടെ സ്റ്റുഡൻറ്റ് അഡൽട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, 3 ലാരിയാണ്. പിന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു ഫോട്ടോസും വീഡിയോസും എടുക്കണമെങ്കിൽ 5 ലാരി എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 ലാരിയുടെ എടുത്ത്, പക്ഷേ ഞങ്ങളോട് പറഞ്ഞു ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തോളാൻ. ആൻഡ് ഈ ഐറ്റംസൊക്കെ അപ്പുറത്തെ എക്സ്കവേഷൻ അത് കാണിച്ചല്ലോ, അവിടുന്ന് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. ആൻഡ് വൈൻ ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ പഴയ സാധനങ്ങളൊക്കെ. ഒരു കുഞ്ഞു മ്യൂസിയമാണ് കേട്ടോ. 3 ലാരിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ട് എന്ന്. അത്ര വರ್ತല്ല, ബട്ട് സ്റ്റിൽ കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞൊരു സ്ഥലമാണ്, 3 ലാരിക്ക് മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഞാൻ അതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ കേൾപ്പിച്ച് തരാൻ ഞാൻ നേരത്തെ ജോർജിയയിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ അങ്ങനെ കണ്ടോ, ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അപ്പം അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും, അത് കേട്ടോട്ടോ. You from India? Yes. It's hookah, Indian hookah from Silk Road, from India. This is photo. Old Tbilisi, old Tbilisi. Ну, можно скидка. Да, 25 можно. Finance, Venetian glass, money box, small fortune. Everything inside. Women bracelets for tobacco, for smoking, for salt, oil lamps. This is for women parfum. Dyes, shashi beji. This is khanjar, Indian khanjar. Если двое возьмут, за 20 вам. Если двое возьмут, This is khanjar, yes, khanjar. Indian reference name. നൈഫാണോ? എന്താണ്ട് വെപ്പാണ്. одна. This is kamar belt. ഓക്കെ. Kamar belt, bronze. 2000 years ago. They are all from Black Sea region, West Georgian side. Kingdom Kolkhaus. Gone. സോ ഗൈസ്, അവിടുത്തെ എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞു. ഇത് ആ ഒരു ഫ്രണ്ട് പോർഷനാണ് കേട്ടോ, മ്യൂസിയത്തിൻ്റെ ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഫ്രണ്ട് പോർഷനാണ്. അവിടെയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസൊക്കെ വരും. സോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്കും ചെയ്യണം.